മക്കായിലെ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അടങ്ങുന്ന ആളുകളോട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ചോദിക്കാൻ വേണ്ടി നബിയോട് പറയുന്നുണ്ട്, ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയാണ്, ഖുൽ നബിയെ ചോദിച്ചു നോക്കുക, ലാത്തയോടും ഉസ്സയോടും മനാത്തിനോടും ഹുബുലിനോടും ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഒക്കെ സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്ന ഇസ്തിഗാസയും ഇസ്തിആനത്തും നടത്തുന്ന തവക്കുലും നേർച്ച വഴിപാടുകളും അർപ്പിക്കുന്ന ബഹുദൈവ ആരാധകരായ അങ്ങയുടെ എതിരാളികളായ ശത്രുക്കളായ ആളുകളോട് ചോദിച്ചു നോക്കുക നബിയെ, മംബിയദിഹി ആരുടെ കയ്യിലാണ് മലക്കൂത്ത് കുല്ലി ഷൈഇൻ ഈ പ്രപഞ്ചത്തിലെ പരമാണു മുതൽ പ്രപഞ്ചം വരെയുള്ള സകലതിൻ്റെയും സമ്പൂർണമായ നിയന്ത്രണവും പിടുത്തവും ആരുടെ കയ്യിലാണ്? അത് ചോദിച്ചു നോക്കി നബിയെ. സയഖൂലുന അബൂജഹൽ പറയാ, ഉത്ബത്ത് പറയാ, ഷൈബത്ത് പറയാ, വലീദ് പറയാ, ലില്ലാഹി അള്ളാഹുവിൻ്റെ കയ്യിലാണ്. പരമാണു മുതൽ പ്രപഞ്ചം വരെയുള്ള ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും വസ്തുവകകളുടെയും ആകാശഭൂമികളുടെ മുഴുവരുടെയും പരിപൂർണമായ നിയന്ത്രണവും പിടുത്തവും ആ റബ്ബിൻ്റെ കയ്യിലാണ് എന്ന് മക്കായിലെ മുശ്രിക്കുകൾ അംഗീകരിക്കുകയാണ്. അവർ പോലും സമ്മതിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലുള്ള തൗഹീദ് സർവാത്മന അംഗീകരിക്കുന്ന ബഹുദൈവ ആരാധകരായ ആളുകളായാണ് മുഹമ്മദ് നബിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളായ ആളുകൾ പോലും അല്ല, മുസ്ലിങ്ങളായ ആളുകൾ ഈ റുബൂബിയത്ത് പോലും അള്ളാഹുവിന് നൽകുന്നില്ല. അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പം അടുത്തിടെയായിട്ട് നമ്മളൊക്കെ കേൾക്കുന്ന ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. നമ്മൾ കേൾക്കുകയാണ്. ഇത് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. അന്നത്തെ മുശ്രിക്കുകളാണ് ഏറ്റവും കൊമ്പ് വെച്ച മുശ്രിക്കുകൾ, ശാഠ്യമുള്ള മുശ്രിക്കുകൾ. 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ട് പരമാവധി 70 പേരെയാണ്, മറ്റൊരഭിപ്രായം 11 പേരാണ് നൂഹ് നബിക്ക് കിട്ടിയത്. അത്ര ശിർക്കിൽ ഷടിച്ചു നിന്ന ആളുകളിൽ ഒരാൾ പോലും ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം വദ്ദിലോ സുവായിലോ യഊസിലോ യഊഖിലോ നസ്റിലോ നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ ആൾക്കാർ മടവൂർ ഔലിയാണ് എന്നാൽ അങ്ങോട്ട് പോവുക. മറ്റു പലരും പറയും വേറെ എവിടെയാണ്, അങ്ങോട്ട് പോവുക. പോയി നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറക്കാ. എനിക്ക് ഏറ്റവും താല്പര്യം നല്ലൊരു ആയത്ത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരായത്ത്. വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറക്കാ. അള്ളാഹുവിന് പുറമെ മറ്റു പങ്കുകാരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്താണ് പിൻപറ്റുന്നത്? ഏത് പ്രമാണമാണ് അവർക്കുള്ളത്? ഏത് ആധികാരികതയിലാണ് അവർ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്? ആ വിഷയത്തിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത്? ഇൻ യത്തബിഊന ഇല്ലല്ലന്ന. അവർ മറുപടി പറയില്ലെന്ന് അള്ളാഹുവിനറിയാം. അവർ മറുപടി പറഞ്ഞാൽ തന്നെ അത് സത്യമാവില്ലെന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് പരമസത്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു തആല പറയാണ്, യത്തബിഊന ഇല്ലല്ലന്ന. അവർ ഊഹത്തെ പിൻപറ്റിക്കൊണ്ട് മാത്രമാണ് അവർ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്. അവർ കേൾക്കുമായിരിക്കും, ഉത്തരം ചെയ്യുമായിരിക്കും, അള്ളാഹു കൊടുക്കുമായിരിക്കും. ആ വിശ്വാസമാണ്. കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ, ചെയ്യുമെന്ന് പറയാൻ ഈ അടുത്ത കാലഘട്ടം വരെ ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങൾ അറിയണം, ഇപ്പോൾ അതിനുള്ള ധൈര്യം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ചോദിക്കുകയാണ്, മടവൂർ CM മടവൂർ ഇതറിയോ? അറിയും. ഏറ്റെടുക്കും. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണോ? ആണ്. ഇത്ര അപകടകരമായ ഒരു കാലഘട്ടം മാനവ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല ഈ വാദമുള്ള ആൾക്കാർ. അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ സ്വസ്ഥത ഉണ്ടാവില്ല. കാരണം ഈ യത്തബിഊന ഇല്ലല്ലൻ്റെ ഊഹം മാത്രമാണ്. ഹൃദയത്തിൻ്റെ ശുദ്ധമായ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ശാന്തമായ നേരത്തെങ്കിലും ഒരു ചോദ്യം ഉയരുന്നതാണ്, കഴിയോ?
കിട്ടുമോ? കിട്ടുമോ? അതുകൊണ്ടാണല്ലോ പണ്ട് ഉള്ളാളത്തുനിന്നൊരു കൂട്ടർ ഭീമാപ്പള്ളിയിലേക്ക്, ഭീമാപ്പള്ളിയിൽ നിന്നൊരു കൂട്ടർ ഉള്ളാളത്തേക്ക്, രണ്ട് കൂട്ടരും കൂടിയിട്ട് ഏറ്റുമുട്ടിയെന്ന് പറയാം. ബദറും വഹദും നടന്നതുപോലെ ഒരു യുദ്ധം. രണ്ട് ജീപ്പും കൂടി കൂട്ടിമുട്ടിയിട്ട് 11 ആൾക്ക് പരിക്ക്. ഉള്ളാളത്തെ ആൾക്കാർ പോവുക എങ്ങോട്ട്? ഭീമാപള്ളിയിലേക്ക്, തിരുവനന്തപുരത്തേക്ക്. കാസർഗോഡിനും അപ്പുറത്താണ് ഉള്ളാള്, മംഗലാപുരം. അവിടെ നിന്നാണ് പോകുന്നു. എന്തിനു അറിയോ? ഉള്ളാളത്തെ തങ്ങളെ വിളിച്ചിട്ട് യാതൊരു പരിഹാരം കിട്ടണില്ല. എന്നാഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെയാണ് എല്ലാം എന്ന് കേട്ടിട്ടുണ്ട്. ഭീമാപള്ളിയിലേക്ക് പോവുക. ഭീമ എന്ന് പറയുമ്പോൾ തന്നെ ഭീ എന്നാണെങ്കിൽ വലുത് എന്നർത്ഥം കിട്ടും. ആ പള്ളിയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇവർ അങ്ങോട്ടാണ് പോകുന്നത്. ഉള്ളാൾ തങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. പോകണോണ്ട് കുഴപ്പമില്ല, റോഡ് മാറിപ്പോയിക്കൂടെ, ഒന്നുകൊണ്ട് മറിഞ്ഞു പോയിക്കൂടെ? രണ്ടും കൂടി സംഘട്ടനം. അപ്പം എന്താ? എന്നാണ്, ഊഹാണ്, ഉറപ്പില്ല. ഉറപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കും. എന്താ? അവിടുത്തെ ഉള്ളാളത്തെ തങ്ങൾ തന്നെ ഇതിന് ഉത്തരം ചെയ്യും എന്ന്. ഉള്ളാളത്തെ തങ്ങൾക്ക് അതിന് കഴിയില്ല എന്ന സമസ്ത രണ്ടായപ്പോൾ നമ്മൾ കേട്ടതാ 989. ഈ ഉള്ളാളത്തെ തങ്ങൾ അത്ര വലിയ മഹാനൊന്നല്ല, ഉള്ളുഹാളായ തങ്ങളാണ്. ഒരു ചുക്കും അവിടെ ഇല്ലാന്ന് മറ്റേ സമസ്ത. അപ്പോഴാണ് യാഥാർത്ഥ്യം പറഞ്ഞത്. ചില യാഥാർത്ഥ്യങ്ങളൊക്കെ സംഘടനകൾ രണ്ടാകുമ്പോഴാണ് വിളിച്ചു പറയാം. അപ്പോഴാണ് പറഞ്ഞത് ഉള്ളുഹാളാണ്, ഒന്നുമില്ല. ഇവിടെ ചെന്നാൽ ഉള്ളുഹാളാണ്, ഒന്നുമില്ല. 3 പെറ്റുമ്മ പള്ളിയിലേക്ക് പോവുക. എന്തിന്? മക്കളുണ്ടാകാൻ. എന്താ മഹത്വം? 3 പെറ്റിരിക്കുന്നത്. 3 പ്രസവിക്കൽ മുസ്ലിം സമുദായത്തിലൊക്കെ പ്രത്യേകിച്ച് ഒരു അത്ഭുതമാണ്. ചൈനയിൽ 3 പെറ്റു എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. അവിടെ പാടില്ല. മുമ്പ് 1 പാടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആ 1 പെൺകുട്ടിയാണെങ്കിൽ ഒരു പ്രസവം കൂടി അവിടെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. പക്ഷെ എന്നാലും 3 പാടില്ല. അപ്പം അവിടെ ഒരു അത്ഭുതമാണ്. നമ്മുടെ കേരളത്തിൽ 3 പ്രസവിക്കുക എന്നുള്ളത് അത്ഭുതമല്ല. ഞാൻ മാതൃഭൂമി പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യത്ത് ഒരു പെണ്ണ് ഒരൊറ്റ പ്രസവത്തിൽ 9 പെറ്റ്. ഈ ആൾക്കാരെങ്ങാനും അതറിയാണെങ്കിൽ, അവിടേക്കെങ്ങാനും ബസ്സുണ്ടെങ്കിൽ 9 പെറ്റുമ്മ പള്ളിയിലേക്കാണ് പോവുക കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കിട്ടുമോ? ആർക്കെങ്കിലും സാധിക്കുമോ? ഒരു മനുഷ്യ കുഞ്ഞിനെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ സങ്കീർണമായ ഒരു മനുഷ്യ കുഞ്ഞിനെ നൽകാൻ, ഏതൊരു ജീവിയെപ്പോട്ടെ, ഒരു പ്രാണിയെപ്പോലും ഒരു മനുഷ്യ കുഞ്ഞിനെ നൽകാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത ആൾക്കൊരു സന്താനത്തെ നൽകാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ രാജാധികാരം അള്ളാഹുവിനുള്ളതാണ്. അവനാണ് അവിടെ വിധിക്കുക, അവനാണ് അവിടുത്തെ ജഡ്ജി, അവനാണ് അവിടുത്തെ രാജാവ്. അവൻ്റെ തീരുമാനമാണ് അവിടെ നടക്കുക. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിച്ചവർക്ക് പെൺമക്കളെയാണ് നൽകുക. വയഹബു ലിമൻ യശാഉ ദുഖുറ, അവൻ ഉദ്ദേശിച്ച മറ്റ് ചിലർക്ക് അവൻ്റെ ആൺമക്കളെ മാത്രമാണ് നൽകുക. ഔ യുസവ്വിജുഹും ദുഖ്റാനം വ ഇനാസ, അല്ലെങ്കിൽ ചില ആൾക്കെങ്കിലും ആണും പെണ്ണും ഇടകലർത്തിയാണ് നൽകുക. വയജഅലു മൻ യശാഉ അഖീമാ, അവൻ ഉദ്ദേശിച്ച മറ്റ് ചിലരെ മക്കളില്ലാത്തവരാക്കി മാറ്റുകയാണ് ചെയ്യുക. 4 പ്രക്രിയ, 4ഉം അവൻ്റേത്. അപ്പം 3 പെറ്റുമ്മ ജാറത്തിലേക്കല്ല, 30 പെറ്റുമ്മ ജാറത്തിലേക്ക് പോയിട്ടും കാര്യമില്ല. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ആ വിഷയം പറയാനല്ല, സ്വസ്ഥത ഉണ്ടാവില്ല എന്ന്. കിട്ടൂലേ എന്നുള്ള സംശയം എന്തായാലും ഉണ്ടാകും. എന്നാൽ ഒരു വിശ്വാസിക്ക് പ്രശ്നമില്ല. പടച്ചവനോട് പറയാം, ഉദ്ദേശിച്ചിട്ടുണ്ടോ? കിട്ടും. ഏതുണങ്ങിയ വൃക്ഷവും തളിർക്കും. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ഭൗതികമായി പ്രസവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്തവളാണ്. അതുകൊണ്ട് അവരെപ്പറ്റി, ആ സംഭവത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വാസുലഹിന ലഹു സൗജഹു, സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയ്ക്ക് മക്കളുണ്ടാകത്തക്ക വിധത്തിൽ അവരെ നാം വളർത്തിക്കൊണ്ടുവന്നു, ചെറുപ്രായത്തിലേക്ക് മാറ്റി. ഉണങ്ങിയതിൽ നിന്ന് പച്ചയെയും, പച്ചയായതിൽ നിന്ന് ഉണങ്ങിയതിനെയും, നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും,
ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറത്തു കൊണ്ടുവരുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു വിശ്വാസിക്ക് നിരാശയില്ല, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് 80-ലേറെ പ്രായം ചെന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്, വദഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യാ. എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല, ആ കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു പക്ഷേ ഞാൻ നിരാശപ്പെടേണ്ടി വരില്ലായിരിക്കാം. അവൻ സ്വീകരിച്ചുകൂടായികയില്ല. ജീവിതം അസ്തമയത്തോടടുത്ത സന്ദർഭത്തിൽ, അസ്റും കഴിഞ്ഞ് മഗ്രിബോടടുത്ത സമയമാണ്. ശരീരത്തിൻ്റെ പ്രസരിപ്പും ആരോഗ്യവും നഷ്ടപ്പെട്ട കാലമാണ്. തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിലും പ്രതീക്ഷ. എന്തിലും കാരണം എന്താ കാരണം? സർവശക്തനാണ്. ആ സന്ദർഭത്തിലും നൽകാൻ കഴിയുന്നവനാണ്. ഏത് ഘട്ടത്തിലും നമ്മെ സംരക്ഷിക്കാൻ കഴിയുന്നവനാണ്. സമുദ്രത്തിൻ്റെ ആഴിയുടെ അടിത്തട്ടിലേക്ക് ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന പ്രവാചകൻ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പ്രതീക്ഷയോടെ റഗബത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടരായ പ്രവാചകന്മാർ ഞാൻ ഉത്തരം ചെയ്തില്ലെങ്കിലോ എന്ന ഭയപ്പാടോടുകൂടി ഉത്തരം ചെയ്യുക തന്നെ ചെയ്യുമെന്ന അദമ്യമായ പ്രതീക്ഷയോടുകൂടി നമ്മളോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവരെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമ്മളും അങ്ങനെയാകണം സഹോദരന്മാരെ. സഹോദരിമാരോടും രണ്ടു കൂട്ടരോട് ഞാൻ പറയാണ്, എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും പറയാണ്, റബ്ബിനോട് പ്രാർത്ഥിക്കുക. എങ്ങനെ? റഗ്ബത്തൻ വറഹ്ബത്തൻ. റബ്ബേ, ഈ പ്രാർത്ഥന നീ സ്വീകരിച്ചില്ലെങ്കിലുള്ള എൻ്റെ പ്രയാസം, ഇത് നീ സ്വീകരിക്കാൻ നിനക്ക് കഴിയും എന്ന അദമ്യമായ പ്രതീക്ഷ, നല്ല ഉറച്ച വിശ്വാസം, യഖീനോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ രക്ഷ കിട്ടും. അതാണ് കടലിനടിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിലാണ്. ഒരു പ്രതീക്ഷയില്ല. ആർക്ക് പ്രതീക്ഷയില്ല? ഒരു അവിശ്വാസിക്ക് പ്രതീക്ഷയില്ല. വിശ്വാസിക്ക് പ്രതീക്ഷയുണ്ട്. മറു ചോദ്യമുണ്ടാകാം, കടലിലല്ലേ അകപ്പെട്ടത്? അതെ. മത്സ്യത്തിൻ്റെ വയറ്റിലോ വായിലോ അല്ലേ ഇപ്പോൾ ഉള്ളത്? അതെ. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഉത്തരം ഉണ്ട്. എങ്ങനെയാണ് ആ സംഗതി? അത് നമ്മൾ നോക്കണ്ട. കൈഫിയത്ത് നമുക്കറിയില്ല, സാഹചര്യം നമുക്കറിയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി സബബില്ലാതെ, സന്ദർഭവും സാഹചര്യവും നോക്കാതെ എന്തും ചെയ്യാൻ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. വനാദാ ഫിൽളുലുമാത്തി അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. അവിടെ കടന്ന് പ്രാർത്ഥിച്ചു, ഇരുട്ടുകളിൽ കടന്നാണ്. ഫനാദാ ഫിൽളുലുമാത്തി, സമുദ്രത്തിൻ്റെ അഗാധമായ സമുദ്രത്തിൽ, അഗാധ ഗർത്തത്തിൽ, സമുദ്രത്തിൽ കൂരിരുട്ടാണെന്ന് നമ്മൾ പഠിച്ചു, ശാസ്ത്രം നമ്മെ പഠിപ്പിച്ചു. അവിടെ കടന്ന് മത്സ്യത്തിൻ്റെ വയറ്റിലും പെട്ട മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അവയെ ഭേദിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയുന്ന റബ്ബിനെ വിളിക്കുകയാണ്, തേടുകയാണ്. ഫനാദാ ഫിൽളുലുമാത്തി, ആ ഇരുട്ടറയിൽ കടന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു തേടുകയാണ്. അല്ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹുവേ നീയല്ലാതെ ഇത്തരം ഘട്ടങ്ങളിൽ വിളിച്ചു തേടാനോ പ്രാർത്ഥിക്കാനോ ശക്തിയോ വ്യക്തിയോ ഇല്ല. ഇല്ല അന്ത, നീ അല്ലാതെ. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ-ളാലിമീൻ, ഞാൻ തെറ്റ് ചെയ്തു പോയി, അരുതാത്ത ചെയ്തു പോയി. എന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാതെ ഞാൻ വിട്ടുപോന്നു. അതുകൊണ്ട് ഞാൻ ഈ കടലിൽ അകപ്പെട്ടു, മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു. റബ്ബേ, ഈ ഘട്ടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ അല്ലാഹു. തഫ്സീറിൽ അവിടെ പറയാണ്, അദ്ദേഹം വിളിച്ചത് യാ സാമിഅ കുല്ലി സൗത്തിൻ ഖഫിയ്യിൻ, ഏത് നേർത്ത ശബ്ദവും കേൾക്കുന്ന തമ്പുരാനെ, അങ്ങനെ വിളിച്ചത് എന്നാ. ഏത് നേർത്ത ശബ്ദവും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുത്തുബിയത്തും ഹദ്ദാദും റാത്തീബൊക്കെ നടത്തുമ്പോൾ ചില പള്ളിയിലൊക്കെ വെച്ച് നടത്ത് പിറ്റേ ദിവസം പോയി നോക്കണം.
പള്ളിയുടെ ചുമര് പൊളിഞ്ഞിട്ടുണ്ടോ ആ അത്തറ വച്ചതല മൈക്കണ്ട് വെച്ചിട്ട് യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. കാരണം എന്താ, അജാതി നമ്മുടെ നാടൻ ഭാഷയിൽ ഞാൻ പറയാം, ശബ്ദത്തിൽ പറഞ്ഞെങ്കിലേ ഷെയ്ഖ് അവറുകൾ കേൾക്കുള്ളൂ. കാരണം 6000 കിലോമീറ്റർ അപ്പുറത്ത് 900 കൊല്ലങ്ങൾക്ക് മുമ്പ് 6 അടി മണ്ണിൽ വെച്ച് സകല സുശീലങ്ങളും അടക്കപ്പെട്ട മൊഹീദ് ഷെയ്ഖ് കേൾക്കണമെങ്കിൽ പള്ളിയുടെ ഭിത്തി പൊട്ടുമാറ് വിളിക്കേണ്ടതുണ്ട്. അതേസമയത്ത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് നേർത്ത ശബ്ദത്തിൽ നാഥ എന്ന് വിളിച്ചാൽ മതി. ഞാൻ പള്ളി ദർസ് പഠിക്കുമ്പോൾ തഫ്സീർ ജലാലൈനിൽ, ആ ജലാലൈനിൽ അൽ ബഖറ സൂറത്തിലെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ആ ആയത്തിൻ്റെ വിശദീകരണം പറയാണ്ട്. സാധാരണ സുന്നി മൗലവിമാർ വയലറിയുമ്പോൾ പറയുന്നത് മുജാഹിദീങ്ങളുടെ ആയത്താണ്. മുജാഹിദീങ്ങൾക്ക് മാത്രമായിട്ട് കുറച്ച് ആയത്തുണ്ട്, അതിൽപ്പെട്ട ഒരു ആയത്താണത്. ആ ആയത്തിന് വ്യാഖ്യാനിക്കുന്നോടത് പറയാണ്, തഫ്സീർ ജലാലൈനിൽ പറയാണ്, ഇദാ ഖാലൽ അബ്ദു, ഒരടിമ പറഞ്ഞാൽ, ആണാവട്ടെ പെണ്ണാവട്ടെ പറഞ്ഞാൽ, യാ റബ്ബി, എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞാൽ, പടച്ചോനെ എന്നുകൊണ്ട് വിളിച്ചാൽ മതി. ഫയഖൂലു തബാറക വതആല, അല്ലാഹു തആല പറയുമത്രേ, മറുപടി പറയുമത്രേ, ലബ്ബൈക യാ അബ്ദീ, ഓ അടിമ, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കല്ല സഹോദരന്മാരെ, ഇത്ര ഉറപ്പോടുകൂടി നമ്മെ സഹായിക്കാൻ കഴിവുള്ള, ആധികാരികതയുള്ള, സർവ്വ സ്വാതന്ത്ര്യമുള്ള, കരുണയുള്ള, അലിവുള്ള ഒരു റബ്ബിലുള്ള വിശ്വാസം നമ്മെ നിർഭയരാക്കും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു പേടിയും പേടിക്കണ്ട, ദീർഘിപ്പിക്കല്ല, ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? പടച്ചവനെ ഏൽപ്പിക്കും. ഏറ്റെടുക്കാൻ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അവൻ ഏറ്റെടുത്തത് ഭംഗിയായി മനോഹരമായി വൃത്തിയാക്കി തരും. അതെന്തൊരു ആശ്വാസം. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വന്ന് തൊട്ടടുത്ത മുതലാളി പറയാണ്, നീ തീരുമാനിച്ചോ, ഞാൻ നടത്തി തരാം. എന്തൊരാശ്വാസമാണ് അയാൾക്ക്. ഇത് അല്ലാഹ് പറയാണ്, നിങ്ങൾ എന്നെ വിളിച്ചോളിയും, ഞാൻ എല്ലാം ശരിയാക്കി തരാം. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? അത് നിങ്ങൾ നോക്കണ്ട. അപരിഹാര്യമായ പ്രശ്നം എന്ന് ലോകം വിലയിരുത്തിയ പ്രശ്നമായേക്കാം. പരിഹരിക്കാൻ കഴിയാത്തത് എന്നെപ്പറ്റി നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. എൻ്റെ മുമ്പിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒന്നുമില്ല, കെട്ടഴിക്കാൻ കഴിയാത്ത ഒന്നുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വിശ്വാസം നമുക്ക് ആത്മധൈര്യം നൽകും. അതിൻ്റെ തവക്കുൽ എന്നുകൂടി നമ്മൾ പറയും. അവിടെ ഏൽപ്പിക്കുക, ഭരമേൽപ്പിക്കുക, എല്ലാ ഭാരങ്ങളും അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുക. എന്നിട്ട് നമ്മൾ ആശ്വസിച്ചിരിക്കുക. നമ്മൾ ഈ പ്രയാസത്തോടു കൂടി ഇങ്ങനെ പോകണ്ട. അതോടൊപ്പം നമ്മെ സഹായിക്കാൻ അവനല്ലാതെ ആർക്കും സാധ്യവുമാവില്ല. ലോകത്തൊരൊറ്റ മനുഷ്യനും നമ്മെ സഹായിക്കാൻ കഴിയില്ല. മഹാനായ പ്രവാചകൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ലൗ അന്ന ഇൻസക്കും വ ജിന്നക്കും വ അവ്വലക്കും വ ആഖിറക്കും, നിങ്ങളിലെ ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയും, ഒന്നാമത്തെ ജിന്ന് മുതൽ അവസാനത്തെ ജിന്ന് വരെയും. ഇപ്പം ജിന്നാണല്ലോ നമ്മുടെ വിഷയം അല്ലേ? ജിന്നുകൾ സഹായിക്കുന്ന മനുഷ്യനെ ജിന്ന് സഹായിക്കുക. ജിന്ന് മനുഷ്യനേക്കാൾ ദുർബലമായ ജീവിയാണ്. മനുഷ്യൻ തന്നെ ദുർബലനാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യന് വളരെ ദുർബലനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. മനുഷ്യൻ കണ്ണ് തുറിച്ച് നോക്കിയാൽ ഓടിപ്പോകുന്ന സാധനമാണ് ഈ ജിന്ന് എന്ന് പറയുന്ന സാധനം. ഒന്ന് തുറിച്ചു നോക്കിയാൽ മതി, പോകും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. സനദ് നോക്കിയിട്ടില്ല. ഉമറെ, നിന്നെ കണ്ടാൽ ഇബ്ലീസ് വഴിമാറുവടാ. അതാ അത്രക്കുള്ള ഈ സാധനം. എന്നിട്ട് അതിനെ പേടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. നിർഭയത്വം എന്ന് പറയുന്നത് ഉണ്ടാവില്ല അവർക്ക്. കാരണം നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളാ. അതുകൊണ്ട് ഈ പഹയൻ്റെ ഉപദ്രവം എപ്പോഴാണ് ഉണ്ടാവുക, ഏത് കോലത്തിലാണ് ഉണ്ടാവുക, ഏത് രീതിയിലാണ് ഉണ്ടാവുക? ചില ആൾക്കാരത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. സുബൈറുമാർ എന്താണ്? മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവനെ ദേഷ്യപ്പെടുത്തിയാൽ. എങ്ങനെ ദേഷ്യപ്പെടുത്താതിരിക്കാം? ഒരു നിർവാഹമല്ല ദേഷ്യപ്പെടുത്താതിരിക്കാൻ. എന്ത് ചെയ്താലും പഹയൻ്റെ മേത്ത് കൊണ്ടാലോ, ഞാൻ കയ്യിങ്ങനെ കാണിക്കുമ്പോൾ അടുത്ത് സുഹൃത്ത് നിൽക്കുന്നുണ്ടെങ്കിലോ, ബഹുമാനപ്പെട്ട നമ്മുടെ ഇബ്ലീസ് തൊട്ടടുത്ത് തന്നെ വഴിവഴിപ്പിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ മേത്ത് കൊണ്ടില്ലേ, കൊണ്ടിടാൻ പ്രശ്നമായില്ലേ, കൊന്നു കളയില്ലേ?
അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ജീവിക്കുക ഈ ലോകത്ത്? അതുകൊണ്ടാണല്ലോ നിന്നോട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവർ പേടിക്കണ്ട, മനുഷ്യരും പേടിക്കണ്ട. നിങ്ങളിലെ ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയും, ഒന്നാമത്തെ ജിന്ന് മുതൽ അവസാനത്തെ ജിന്ന് വരെയും ഒരു മൈതാനിയിൽ ഇങ്ങനെ ഒരുമിച്ചുകൂടി മഹ്ശറ പോലെ. എന്തിന്? അലാ അൻ യൻഫഉക ബിശൈഇൻ, നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം, അതാ അവരുടെ ഉദ്ദേശം. നീ എന്നും കഷ്ടപ്പാടില്ല, നീ എന്നും വിഷമത്തില്ല, നീ എന്നും പ്രയാസത്തിലാണ്. അതുകൊണ്ട് നിന്നെ ആ പ്രയാസത്തിൽ നിന്ന്, ആ ഞെരുക്കത്തിൽ നിന്ന്, ആ ബുദ്ധിമുട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സകലമാന മുതലാളിമാരും പ്രമാണിമാരും രാജാക്കന്മാരും, എന്തിനേറെ ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയും, ഒന്നാമത്തെ ജിന്ന് മുതൽ അവസാനത്തെ ജിന്ന് വരെയും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് രണ്ടു കൂട്ടരും ഒന്നിച്ചൊരു തീരുമാനം, നിനക്കെന്തെങ്കിലും ഒരു ഉപകാരം ചെയ്ത് നിന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ലൻ യൻഫഉക ശൈആ ഇല്ലാ മാ കതബല്ലാഹു ലക, അള്ളാഹു നിനക്ക് നിശ്ചയിച്ചതും തീരുമാനിച്ചിട്ടും ഉണ്ടെങ്കിൽ മാത്രമല്ലാതെ അവർക്ക് നിനക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ല. ഒരു മനുഷ്യനല്ല, ഒരു വലിയനല്ല, ഒരു പ്രവാചകനല്ല, എല്ലാ നല്ലവരും ചീത്തവരുമായ മുഴുവൻ ആളുകളും ജിന്നുകളും കൂടി ഒരുമിച്ച് കൂടിയാൽ നമുക്കൊരു 10 പൈസയുടെ കുറവുള്ളെങ്കിൽ അത് നികത്തിത്തരാൻ അവർക്കാർക്കും സാധ്യമല്ല എന്ന് നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിക്കാൻ. എന്തൊരു വിശ്വാസമാണത്! നമ്മൾക്കതിൽ ദൃഢവിശ്വാസം ഉണ്ടാവണം. അതേപോലെ തന്നെ ഉപദ്രവവും. നിങ്ങളിലെ ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ, ഒന്നാമത്തെ ഇബ്ലീസ് മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജിന്നുകളും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ട് നിന്നെ ഏതെങ്കിലും ഒന്നൊരു പോറലേൽപ്പിക്കാൻ വേണ്ടി, നിന്റെ കാലൊന്ന് വെച്ചു കുത്തിക്കാനെങ്കിലും വേണ്ടി അവരെല്ലാവരും കൂടി തീരുമാനിച്ചാൽ ലൻ യദുറൂക ശൈആ, നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ അവർ കഴിക്കില്ല. നിന്റെ പുഷ്പത്തെ പോലെ അല്ലാഹു തആല സംരക്ഷിച്ച് അപ്പുറത്തെത്തിക്കും. അല്ലാഹു തആല അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നടക്കുകയും ചെയ്യും. ഈ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതൊരു മുഅ്മിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ആശ്വാസമാണ്, വല്ലാത്തൊരു സമാധാനമാണ്, വല്ലാത്തൊരു തുമഅ്നീനത്താണ്. അങ്ങനെയുള്ള ആളുകളാണ് മരിക്കുമ്പോഴും അവർക്ക് തുമഅ്നീനത്തുണ്ടാവുക. അതൊരു ഇസ്തിഖ്റാറാണ്. അതുകൊണ്ട് ആ വിധത്തിൽ അല്ലാഹുവിൽ വിശ്വസിക്കണം. അല്ലാഹു അല്ലാത്ത ആർക്കും നമുക്കൊന്നും ചെയ്തു തരാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് അദൃശ്യമായ വഴിയിലൂടെ, ദൃശ്യമല്ലാത്ത അല്ലാഹു നടപ്പിൽ വരുത്തുന്ന നടപടിക്രമങ്ങളുണ്ടല്ലോ, പ്രവർത്തനങ്ങൾ, ആ രീതിയിൽ നമ്മളറിയാതെ നമുക്കതിൻ്റെ മാർഗവും സ്രോതസ്സും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ, വ്യക്തമായി പറഞ്ഞാൽ സബബില്ലാതെ, ഐഹിക ലോകത്ത് അല്ലാഹു തആല നിശ്ചയിച്ച പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് സബബില്ലാതെ, കാര്യകാരണ ബന്ധങ്ങളില്ലാതെ, അപ്പുറത്ത് നിന്നുകൊണ്ടോ ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ടോ നമുക്കൊരു ഉപദ്രവം വരുത്താൻ, ഒരു ഉപകാരം ചെയ്യാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. മുഹമ്മദ് നബി അടക്കമുള്ള പ്രവാചകന്മാർക്ക് സാധ്യമല്ല, ജിബ്രീൽ അടക്കമുള്ള മുഖറബായ മലക്കുകൾക്ക് സാധ്യമല്ല, മുഹീദ്ദീൻ ശൈഖ് അടക്കമുള്ള മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹീതരായ ഔലിയാക്കൾക്ക് സാധ്യമല്ല. എന്നിട്ടാ പിന്നെ ഒരു ചീർപ്പിൻ്റെ പല്ലും പിന്നെ ഏതാനും 1-2 സാധനങ്ങളും, പ്രവാചകൻ്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞുപോയ 5-6 മുടിയും, പ്രവാചകൻ്റെ തല ചീകാൻ ഉപയോഗിച്ച ഒരു ചീർപ്പിൻ്റെ കുറച്ച് പല്ലുകളും, ഈത്തപ്പനയ്ക്ക് സുലഭമായിട്ട് മദീനയിൽ കിട്ടുന്ന ഈത്തപ്പനയുടെ കൊലയിൽ കൂമ്പോളയിൽ കൊണ്ടുപോയിട്ട് ഒരു കിണറിനുള്ളിൽ ഒരു പാറയുടെ അടിയിൽ കൊണ്ടുപോയി വെച്ച ഈ നിർജീവമായ വസ്തുക്കൾ, ഉപകാരമോ ഉപദ്രവമോ അവക്ക് പോലും ചെയ്യാൻ സാധ്യമല്ലാത്ത അവ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും സംരക്ഷണം, നേരത്തെ പറഞ്ഞ സുരക്ഷിതത്വവും സംരക്ഷണവും കാവലും അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുള്ള മുഹമ്മദ് നബിക്ക് അപകടം ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്നത് അപകടകരമായ വിശ്വാസമാണ്. അത് നമ്മെ ഭയപ്പാടിലാക്കുന്ന വിശ്വാസമാണ്. കാരണം
അള്ളാഹുവിൻ്റെ ഏറ്റവും സംരക്ഷണം കിട്ടുന്ന മുഹമ്മദ് നബിയെ മുഹമ്മദ് നബിയുടെ തന്നെ മുടി ഉപദ്രവിച്ചു. പ്രവാചകൻ്റെ തല ചീകാൻ വേണ്ടി റസൂലുള്ള ഉപയോഗിക്കുന്ന ചീർപ്പിൻ്റെ പല്ല് മുഹമ്മദ് നബിയുടെ മനസ്സിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാത്ത ശാരീരിക പ്രശ്നമുണ്ടായി, മാനസിക പ്രശ്നമുണ്ടായി. ഹദീസ് ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഭാര്യമാരെ സമീപിക്കാണ്, ശാരീരികമായ ബന്ധത്തിന് വേണ്ടി അവിടുത്തെ ഭാര്യമാരെ സഹായിക്കുമ്പോൾ റസൂലുള്ള ദുർബലനായി പോകുന്നു. ശാരീരികമായി ദാമ്പത്യ ജീവിതത്തിൽ ബന്ധപ്പെടാൻ കഴിയാതെ പോകുന്നു. കാരണം ആ ജൂതനായ വ്യക്തി ചെയ്ത ഈ സിഹ്ർ കാരണം. 5-6 മുടിയും 5-6 ചീർപ്പിൻ്റെ പല്ലും ഒരു പൊട്ടക്കിണറ്റിൽ അല്ലെങ്കിൽ ഒരു കിണറ്റിൽ പാറക്കല്ലിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. അവ ഉപദ്രവിക്കുക വഴി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്ക് കുറവ് പറ്റുന്നു. ഭാര്യമാരുമായി സല്ലപിക്കാൻ കഴിയാതെ വരുന്നു. പ്രവാചകന് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായി തോന്നുന്നു. ഏറ്റവും ഫിത്നത്തുള്ള റസൂലുള്ളാഹ്ക്ക് സ്വന്തം ഭാര്യയിൽ ഇന്ന് ആരുടെ കരികിലാണ് പോയത്, നാളത്തെ ഊഴം ഏത് ഭാര്യയുടേതാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നു എന്ന് റസൂലുള്ളാഹിയെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങാനും ഫലവത്തായാൽ ദുർബലരായ നമ്മളുടെ കാര്യങ്ങൾ പറയാനുണ്ടോ? ഈ കേവലം ദുർബലമായ ജമാദായ വസ്തുവാണ് മുടി കൊഴിഞ്ഞു പോന്നയാൾ. ചീർപ്പിൻ്റെ പല്ല്, ജീവനില്ല, ഒരു പരിവർത്തനവും ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ചെറിയ കാറ്റ് വന്നാൽ ആ 6-7 മുടി, ആ മുടികൾ പാറിപ്പോകും. ആ സാധനാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും സംരക്ഷണത്തിലുള്ള മുഹമ്മദ് നബിക്ക് ഉപദ്രവം വരുത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ വാക്ക് ഞാൻ പറയാണ്, സിഹിറിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ കോട്ടക്കല ജോലി ചെയ്യുന്ന അവിടെ ഒരു അറബി വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം എന്നറിയാമോ? ആദ്യ ഭാര്യ അറിയാതെ രണ്ടാമത്തെ ഒരു പെണ്ണെട്ടി. ഈ ഭാര്യയുടെ അടുത്തേക്ക് ഇയാൾക്ക് ചെല്ലാൻ പറ്റണില്ല, കഴിയണില്ല. ആദ്യത്തെ ഭാര്യ സിഹിർ ചെയ്തതാണ്. മാറ്റാൻ വേണ്ടി വന്നിരിക്കണം ആയുർവേദ ഹോസ്പിറ്റലിലേക്കാണ്. അത് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്ന വേറെ രോഗം വന്നിട്ടാട്ടോ. ആ മനുഷ്യൻ്റെ ഒരു സമാധാനക്കുറവ്, നിസ്കാരമൊക്കെ വളരെ കണ്ടീഷൻ വളരെ ഉഷാറാണ്. നമ്മുടെ ഇവിടുത്തെ ഈ പുതിയ സലഫീസ് ഉണ്ടല്ലോ, അതിൻ്റെ ആളാണ്. അതുകൊണ്ടായിരിക്കും ആ വിശ്വാസവും അദ്ദേഹത്തിന് കിട്ടിയിട്ട്. ഒരു സ്വസ്ഥത എന്ന് പറയുന്ന ആ മനുഷ്യന് ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, രണ്ടാമത് വിവാഹം ചെയ്ത ഈ ഭാര്യയുമായിട്ടടുക്കാൻ മാനസികമായി അദ്ദേഹത്തിന് സാധ്യമാവില്ല. കാരണം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു, എന്ത്? ആദ്യ ഭാര്യ സിഹർ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് രണ്ടാമത്തെ ഭാര്യയുമായുള്ള കുടുംബജീവിതത്തിന് അത് അപകടമാണ്. ആ വിശ്വാസം അയാളുടെ തലച്ചോറിനെ സ്വാധീനിച്ചു കഴിഞ്ഞു. ഇനി അയാൾക്ക് കഴിയില്ല. ഇങ്ങനൊരു വിശ്വാസി ജീവിച്ചാൽ എന്തിനാണ് അവനെ പറ്റുക? ഇങ്ങനത്തെ ഒരു മുഅ്മിനിനെ എന്തിനു പറ്റും? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നല്ല ധൈര്യമുള്ള മൗലവിമാരുണ്ടായിരുന്നു പണ്ട്. നമ്മുടെ കെ സക്കരിയ സ്വലാഹി ധൈര്യമുള്ള കൂട്ടത്തിലാണ് നമ്മൾ എണ്ണിയിരുന്നത്. അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ലിങ്ങനെ വന്നു, നല്ല സ്പീഡോടുകൂടി. തൊട്ടടുത്ത ആ പന്തലിൻ്റെ കാലിൽ തട്ടിയിട്ട് ആ കല്ലാണ് പോയി. അപ്പോൾ സക്കരിയ സ്വലാഹി പറയാണ്, ഏറിന് മർമ്മമില്ല, ശക്തി പോരാ, അതുകൊണ്ട് പഴച്ചു പോയത്. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ തട്ടേണ്ട കല്ലാണ്. ഞങ്ങളുടെ നാട്ടിൽ ഉന്നെന്നറിയും, ഉന്നം പിഴച്ചടാന്നാ പറഞ്ഞു. അത്ര ധൈര്യമുള്ള ആളാണ്. ആ ആള് പിന്നീടായത് നോക്കണം. ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ ജിന്ന് കയറിയിട്ട് ആ ജിന്നിന് ഇറക്കാനുള്ള വിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഈ പരാതിയുമായി വന്ന ആളോട് പറയാണ്, ഇങ്ങനെയൊക്കെ ഇറക്കാം, പക്ഷേ എന്നെ കിട്ടൂല. അതെന്താ നിങ്ങൾ ചെയ്യാത്തത്? അത് ഒരു പ്രശ്നമുണ്ട്. അഥവാ ആ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്ന് ആ ജിന്നിനെ ഞാൻ റുഖിയ ശർഇയ്യ നടത്തിയിട്ട് അഥവാ പുറത്തിറക്കുകയാണെങ്കിൽ ആ ശൈത്താനെങ്ങാനും എൻ്റെ മേത്തുക്കാണ് പിന്നെ കയറുന്നതെങ്കിൽ ഞാൻ അപകടത്തിൽപ്പെട്ടില്ലേ. അതുകൊണ്ട് ഞാൻ വേറൊരാളെ നിശ്ചയിച്ചു തരാം. പണ്ട് കാളവൂട്ടിൽ നടന്നിരുന്ന ഒരാളുണ്ട്, അയാളെ പറഞ്ഞുതരാം. അയാളാകുമ്പോൾ കുറച്ച് ധൈര്യം ഉണ്ടാവും.
ചൂരലെടുത്ത് പോത്തിനെ തച്ച നല്ല ഓർമ്മ ഉണ്ടാവും. അയാൾ കൈകാര്യം ചെയ്തോളൂ, എന്നെ ഏൽപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്, നിർഭയത്തുണ്ടാവില്ല, പേടിയായിരിക്കും, സകലതും പേടിയായിരിക്കും, എവിടെ ചെന്നാലും പേടിയായിരിക്കും. മനുഷ്യൻ്റെ മുഖത്ത് കണ്ണുള്ള കാലത്തോളം കണ്ണേറിൽ വിശ്വാസമുള്ളവന് സമാധാനം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. പഹയൻ്റെ കണ്ണ്, അത് ഞാൻ പറഞ്ഞ കേട്ടോ, പഹയൻ്റെ എന്നുള്ളത് അത് നല്ല ഭാഷയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പണ്ട് സീതി ഹാജി നിയമസഭയിൽ ഹമുക്കേന്ന് വിളിച്ചു എം വി രാഘവനെ. എം വി രാഘവൻ ചൂടായി. സീതി ഹാജി പറഞ്ഞു, അത് ചൂടാകാൻ മാത്രമല്ല, അറിവില്ലാത്തവന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഓമനപ്പേരാണ് ഹമുക്കെ എന്നുള്ളത്, അതത്ര സാരാക്കേണ്ടതില്ല. അതൊക്കെ അതേപോലെ ഞാൻ പറയുന്നത്, ഈ പഹയൻ്റെ കണ്ണെങ്ങാനും നമ്മളെ ബാധിച്ചാലോ? ഏത് കണ്ണുകൾക്കാ ഈ ശക്തിയുള്ളത്? ഞാനൊരാളായിട്ട് ആ കാര്യം സംവദിച്ചപ്പോൾ പറയുകയാണ്, ചില കണ്ണുകൾക്ക് അള്ളാഹു തആല ആ കഴിവ് കൊടുത്തിട്ടുണ്ട്, ചില ആളുകളുടെ കണ്ണുകൾക്ക്. ഞാൻ ചോദിച്ചു, ഏതാളുകളുടെ? ഔലിയാക്കളുടേതോ അഅ്ദാഉകളുടേതോ അള്ളാഹുവിൻ്റെ ശത്രുക്കളുടേതോ മിത്രങ്ങളുടേതോ കണ്ണുകൾക്കാണോ, അതോ എല്ലാവരുടെയും കണ്ണുകൾക്കാണോ? പറയാൻ സാധ്യമല്ല, ഒരു ഉറപ്പുമില്ല. കണ്ണിന് അങ്ങനെ ഒരു കഴിവില്ല. അങ്ങനെ കൊടുത്താൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് സബബില്ലാതെ അപകടം വരണം, ളുറുണ്ടാകണം. ളുറ് എന്നാണ് അറബിയിൽ അതിന് പറയാം, ഖുർആനിൽ ളുറും നഫ്ഉം. നല്ല ശ്രദ്ധിച്ചോളി, ഈ രണ്ട് കാര്യവും അള്ളാഹുവിൽ നിന്ന് മാത്രം. അഥവാ ഈമാൻ കാര്യത്തിൽ നമ്മൾ ഖൈറും ഷർറും എന്നറിയില്ലേ, അതിൻ്റെ പര്യായ പദങ്ങളാണ് ളുറും നഫ്ഉം. ഒരു ഉപകാരം, ഒരു ഉപദ്രവം, അത് അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റൊരു ശക്തിയിൽ നിന്നോ മറ്റൊരു വ്യക്തിയിൽ നിന്നോ മറ്റൊരു കേന്ദ്രത്തിൽ നിന്നോ ഉറുക്കിൽ നിന്നോ നൂലിൽ നിന്നോ മന്ത്രത്തിൽ നിന്നോ ജപത്തിൽ നിന്നോ പിഞ്ഞാണെഴുത്തിൽ നിന്നോ എവിടുന്നും കിട്ടൂല. ഉപകാരം ഉണ്ടാവില്ല, ഉപദ്രവം ഉണ്ടാവില്ല. ഇതിങ്ങനെ കെട്ടി നടക്കാന്നല്ലാതെ. പരപ്പനങ്ങാടി ഭാഗത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രഭാഷണത്തിന് പോയി. കടപ്പുറത്താണ് സമസ്ത മദ്രസൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ മദ്രസ നടത്തി കഴിഞ്ഞിട്ട് പരിപാടി നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 9 മണിക്കാണ് പരിപാടി തുടങ്ങിയത്. അബ്ദുറഹ്മാൻ ഫാറൂഖിയാണ് ആദ്യം പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ കടപ്പുറത്തുള്ള കുട്ടികളിങ്ങനെ വരികയാണ്. അരയിലും കഴുത്തിലും കാതിലും പിന്നെ കയ്യിലും ഒക്കെ ഐക്കല്ലാണ്, ഏലസ്. അപ്പോൾ അബ്ദുറഹ്മാൻ സലഫി എന്നോട് പറഞ്ഞു, ബുസ്താനി, ഇവിടെയുള്ള കുട്ടികളൊക്കെ ബാറ്ററിക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ആ ജാതി കെട്ടിയിട്ട് ഉപകാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ അത് പറിച്ച് മാറ്റി വെക്കണം. ആ കുട്ടി മരിച്ചാൽ അത് ഒഴിവാക്കിയിട്ട് വേണം മറവ് ചെയ്യാൻ, കഫൻ ചെയ്യാൻ, കുളിപ്പിക്കാൻ. അപ്പോൾ ഇതെടുത്ത് മാറ്റണം. നമ്മുടെ വീടുകൾ നല്ലൊരു വീടുണ്ടാക്കുകയാണ്, സിമൻറ്റും കമ്പിയും അതുപോലെയുള്ള കല്ലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട്. ഏറ്റവും ഉറപ്പുള്ള 3 വസ്തുക്കളാണ് ഇത്. 3ഉം കൂടി കൂടിയാൽ, എന്നിട്ട് അതിന് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നാട്ടി വച്ചിരിക്കുന്നത് എന്താണ്? ഒരു പേക്കോലം, ഒരു മരത്തിൻ്റെ കഷ്ണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. ഈ പഴയ കാലത്ത് നമ്മുടെ മദ്രസയിലുണ്ട് ഒരു ബോർഡ് ഉണ്ടാക്കൽ. ഞാനൊക്കെ ആ ബോർഡ് കൊണ്ട് കുടുങ്ങിയാൽ ചെറുതൊന്നുമല്ല പണ്ട് കാലത്ത്. കാരണം തൊട്ടാ കാലുമലേക്ക് വീഴും. ആ ജാതി ബോർഡ് അതാ എഴുതാണ്ടാക്കി വെച്ചിരുന്നത്. അതേപോലത്തെ ബോർഡാ, കാറ്റ് വന്നാൽ പോകും. ഇയാൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ എങ്ങനെ സമാധാനം ഉണ്ടാകുക? പടച്ചോനെ, കെട്ടിടം നോക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ വികൃത രൂപം ഭയങ്കര കാറ്റും മഴയത്ത് അത് വീണ് പോയാൽ പിന്നെ കെട്ടിടത്തിൻ്റെ കാര്യം പറയാണ്ടോ? സമാധാനം ഉണ്ടാകുമോ? സ്വസ്ഥത ഉണ്ടാകുമോ? എടോ, നീ റബ്ബിൽ തവക്കുൽ ചെയ്യ്, എന്നിട്ട് പോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊക്കെ എഴുതി വെച്ചിരിക്കണം. മാഷാ അല്ലാ, അത് എഴുത്തിലേ ഉള്ളൂ, ഇവിടല്ല, ഹൃദയത്തിലില്ല. ഹൃദയത്തിൽ വേണം. എന്നിട്ട് അത് എഴുതി വെച്ചോളൊന്നുമില്ല, പടച്ചവനെ ഏൽപ്പിക്കാം. നമ്മൾ വീട് വിട്ട് വരുമ്പോൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ അന്ത സ്വാഹിബു ഫി സഫരി വൽ ഖലീഫത്തു ഫിൽ അഹ്ലി വൽ മാൽ. റബ്ബേ, യാത്രയിൽ നീയാണ് എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ വീടും എൻ്റെ സമ്പത്തും സംരക്ഷിക്കേണ്ട എൻ്റെ പിൻഗാമിയായിട്ട് നീയാണ്. ഞാൻ പോരുമ്പോൾ നീയാണ് അത് നോക്കേണ്ടത്. അത് പറഞ്ഞിട്ടല്ലേ നമ്മൾ പോരുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ യാത്ര പോകുകയാണ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുകയാണ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല. അതല്ലേ വസ്തുത, അതല്ലേ യാഥാർത്ഥ്യം. നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തും എപ്പോഴും വരാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ സ്വസ്ഥത, തുമഅനീനത്തുൽ ഖൽബുള്ളത് ശരിയായ വിശ്വാസിക്കാണ്. കാരണം അവൻ ശക്തമായ
ഒരു കേന്ദ്രത്തെയാണ് അവലംബിച്ചിട്ടുള്ളത്. അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറയാം, فَمَنْ يَكْفُرُ بِالطَّاغُوتِ وَيُؤْمِنْ بِاللَّهِ فَقَدِ اسْتَمْسَكَ بِالْعُرْوَةِ الْوُثْقَىٰ لَا انفِصَامَ لَهَا. അല്ലാഹു അല്ലാത്ത മറ്റെല്ലാ ശക്തികളിലും അവിശ്വസിക്കണം. നിരാകരിച്ച മാത്രം പോരാ, അവിശ്വസിക്കണം. കഴിയില്ല, ഉപകാരം ചെയ്യാൻ കഴിയില്ല, ഉപദ്രവം ചെയ്യാൻ കഴിയില്ല എന്ന് അവിശ്വസിക്കണം. വയുമിൻ ബില്ലാഹി, എന്നിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹു ഇത് ഏറ്റെടുത്ത് നടത്താൻ കഴിവുള്ളവനാണ് എന്ന് പറയാം. അങ്ങനെ വിശ്വസിച്ചവൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവൻ വളരെ ബലിഷ്ഠമായ ബലവത്തായ ഒരു കയറിലാണ് പിടിച്ചിട്ടുള്ളത്. ലം ഫിസാമ ലഹാ, ആ കയറ് അറ്റുപോവുകയില്ല. നല്ല ബലിഷ്ഠമായ ഇജുബിനേക്കാൾ ഭദ്രമായ കയറാണ് നമ്മൾ അള്ളാഹിൽ വിശ്വസിച്ചാൽ നമ്മളും റബ്ബും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തെ വിച്ഛേദിക്കാൻ, ദുർബലപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ആ ബന്ധം നമ്മളുടെ മനസ്സിൽ നിലനിർത്തുന്ന കാലത്തോളം എൻ്റെ സഹോദര സഹോദരിമാരോട് ഞാൻ പറയാണ്, ഒരു പേടിയില്ല. ഞാൻ നിർത്തട്ടെയോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? അല്ല പറയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് യാതൊരു തരത്തിലുള്ള പേടിയുമില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടവരുമല്ല, ദുഃഖിക്കുന്നവരുമല്ല. ഞാൻ ചോദിക്കാനുണ്ടോ നിർത്തുന്നതിൻ്റെ മുമ്പ്, ഈ സവിധത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ? അതോ പേടിയുണ്ടോ? ഭയമുണ്ടോ? അങ്ങനെ വരുമോ, ഇങ്ങനെ വരുമോ, എന്താവും? പേടിയുണ്ടോ? ബേജാറുണ്ടോ? സ്വസ്ഥതല്ലേ? സമാധാനല്ലേ? സകല മനുഷ്യരോടും ചോദിച്ചു നോക്കി, പറയണത് ഒരു സ്വസ്ഥതല്ല, സമാധാനം കിട്ടുന്നില്ല. മനസ്സ് സമുദ്രത്തിൻ്റെ തിരമാലകളെക്കാൾ പ്രകമ്പനം കൊള്ളുകയാണ്. എന്നാൽ ഒരു വിശ്വാസിയുടെ മനസ്സ് പുഷ്പത്തെപ്പോലെ നൈർമല്യമുള്ളതായി ശാന്തമായി കിടക്കേണ്ടതാണ്. ഒരു പേടിയും പേടിക്കരുത്. മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളേറ്റ് പോകുമ്പോൾ മുന്നിൽ കടൽ, പിന്നിൽ ഫിർഔനും പട്ടാളവും. ആളുകൾ സ്വൈരം കെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ? കല്ല, നിങ്ങളങ്ങ് പറയും പോലെ വിചാരിക്കും പോലെ അല്ല കാര്യം. ഇന്ന മഅയ്യ റബ്ബി, എൻ്റെ റബ്ബ് തീർച്ചയായും എൻ്റെ കൂടെയുണ്ട്. സയഹ്ദീൻ, അവനൊരു റോഡ് എനിക്ക് വെട്ടിത്തരും, ഒരു വഴി എനിക്കുണ്ടാക്കിത്തരും. ഒരു പ്രതീക്ഷ എന്ന് പറയില്ലേ നമ്മൾ, അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ചാൽ ഒരു മാർഗം കാണാനില്ല. മുന്നിൽ കടലാണ്, പിന്നിൽ ഫറോവയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അള്ളാഹു ഇടപെടും. മണ്ണും വിണ്ണുമായി ഇപ്പോൾ ചുംബനം നടക്കും, നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല. ആ വിധത്തിൽ അള്ളാഹുവിൽ സുദൃഢമായി വിശ്വസിച്ച് മനക്കരുത്തുള്ളവരായി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ചു പോകുന്ന യഥാർത്ഥ വിശ്വാസികളാകാൻ ശ്രമിക്കുക.